നമുക്ക് ഈ അമരപ്പയർ, ഇതിന് അമരപ്പയർ എന്നാണോ പറയുന്നത് അറിയത്തില്ല, ഇവിടെ വാൽപാപ്പടി എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഗ്രീൻ പീസും കൂടെ നമ്മളൊരു സബ്ജി ഉണ്ടാക്കാം. ഒരു ചപ്പാത്തിക്കും ചോറിനും പറ്റും, ചപ്പാത്തിക്കും പറ്റും, തൈര് സാദത്തിനൊക്കെ പറ്റുന്ന ഒരു പ്രത്യേക ഒരു കറിയാണിത്. ഇതിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, കൊത്തമല്ലിയല്ല, പിന്നെ കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വൃത്തിയാക്കി അമരപ്പയർ തുറന്നിങ്ങനെ ഒടിച്ചാണ് എടുക്കുന്നത്, അല്ല അരിഞ്ഞെടുക്കില്ല ഇതിന്. അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് നമുക്ക് ഇച്ചിരി വെള്ളം തിളച്ച് വളർത്തിയിട്ട് പുഴുങ്ങി ഇങ്ങനെ മാറ്റിയെടുക്കാം. അതിൻ്റെ തലേ ദിവസം ഇതൊക്കെ തയ്യാറി ചെയ്തെടുത്ത് രാവിലെ ടിഫിനൊക്കെ കൊണ്ടുപോകാൻ പെട്ടെന്ന് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ അരപ്പ് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൊത്തമല്ലിയല്ലാണ് മെയിൻ എന്ന് വെച്ചാൽ മല്ലിയില്ല എന്ന് പറയും. ഇത് നന്നായിട്ട് വെറുതെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഞാനൊരു കടുക് ഇട്ട് നോക്കിയപ്പോൾ അത് പൊട്ടുന്നുണ്ട്. അപ്പോൾ കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ചു, വെളിച്ചെണ്ണ വെച്ച്, എന്നിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റി, കറിവേപ്പിലയിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റി കഴിഞ്ഞപ്പം അതിനകത്തോട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച മഞ്ഞൾപ്പൊടി ചേർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഈ തേങ്ങ ചേർത്തു. നിങ്ങൾക്ക് തേങ്ങ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പീനട്ട്സ് ആണെങ്കിലും മതി. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. തേങ്ങയ്ക്ക് പകരം വറുത്ത പീനട്ട്സ് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ പുഴുങ്ങി വെച്ച ഈ അമരപ്പയർ, എന്താ ഇതിന് പറയുന്നതെന്ന് അറിയില്ല, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വാൽ എന്നൊക്കെയാണ് പറയുന്നത്, അതിവിടെ ചേർത്തു അടച്ച് വെച്ച് ഇച്ചിരി നേരം ഒന്നും അടച്ച് വെച്ച് ഇപ്പോൾ തുറന്ന് പോരാന്ന് ഉപ്പ് പോരാന്ന് ഇച്ചിരി ഉപ്പൂടെ ചേർത്തു. ഇച്ചിരി ഗരം മസാല, ഞാൻ ഗരം മസാലയല്ല ചേർത്ത്, ഇതൊരു സബ്ജി മസാല എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്, അതാണ് ചേർത്ത്. ഇതാ നമുക്ക് പ്ലേറ്റിങ് നോക്കാം. നല്ല